ഇറാൻ നയതന്ത്രപരമായി നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇറാന്റെ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. യുഎസിന്റെ ഭാഗത്തു നിന്ന് സീസ്ഫയറിനായിട്ടുള്ള ഒരു റെസ്പോൺസ് ഇപ്പോൾ ഇറാന് ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ അത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിന്റെ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്ററായ ഇറ്റമർ ബെൻഗ്വിറിനെതിരെ ആഗോളമായിട്ട് ഒരു പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഗ്യാസയിലേക്ക് പുറപ്പെട്ട ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില എന്ന ഒരു ഫ്ലോട്ടില കപ്പൽ സമുച്ചയം ഇത് ഇസ്രയേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിനുശേഷം അതിനുള്ളിലുണ്ടായിരുന്ന ആക്ടിവിസ്റ്റുകളെ, ഇവർ അന്താരാഷ്ട്ര പ്രവർത്തകരാണ്, അവരെ ഇസ്രയേലിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഈ ഒരു അന്താരാഷ്ട്ര പ്രവർത്തകരെ പരിഹസിക്കുന്ന തരത്തിലുള്ള വീഡിയോ ഇദ്ദേഹം പുറത്തുവിട്ടിരുന്നു. ഇതിനെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിലും ഈവൻ ഇസ്രയേലിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവം വലിയൊരു നയതന്ത്ര പ്രതിസന്ധിക്ക് തന്നെ കാരണമായിട്ടുണ്ട്. കൂടാതെ തങ്ങളുടെ പൗരന്മാരോട് കാണിച്ച ക്രൂരതയ്ക്ക് മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് നിരവധി രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ സാന്റിയാഗോയിൽ ഒരു മോസ്കിൽ കഴിഞ്ഞ ദിവസം, അതായത് മെയ് 18 ഒരു വെടിവെപ്പ് നടന്നിരുന്നു. ചെറുപ്പക്കാരായ 2 പേരാണ് ഈ ഒരു വെടിവെപ്പ് നടത്തിയിരിക്കുന്നത്. അതിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരും മറ്റു 2 പേരും മരണപ്പെട്ടു. ഇതിൽ ഉണ്ടായിരുന്ന 2 പേരെയും പിന്നെ ആ സംഭവ സ്ഥലത്ത് നിന്ന് അവർ താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് അവർ കുറച്ച് ദൂരം മാറിയതിന് ശേഷം അവർ തന്നെ സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. പിന്നീട് ഇത് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഇത് അന്വേഷിച്ചു. ഇതിന് കാരണം അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ഈ 2 പ്രതികളും ഓൺലൈൻ വഴിയുള്ള തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ടായിരുന്നവരായിരുന്നതായും ഇവർ ഇസ്ലാം വിരുദ്ധ പ്രകടന പത്രിക തയ്യാറാക്കിയിരുന്നതായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ പടരുന്ന മാരകമായ എബോള ബാധ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചതായി ലോകാരോഗ്യ സംഘടനയായ WHO മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നിലവിൽ 139 മരണങ്ങളും 600-ലധികം സംശയാസ്പദമായ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗൾഫ് സഹകരണ കൗൺസിലിലെ 6 അംഗരാജ്യങ്ങളുമായി യുണൈറ്റഡ് കിങ്ഡം 3.7 ബില്യൺ പൗണ്ടിൻ്റെ വൻകിട സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. എന്താണ് കോക്രോച്ച് ജനതാ പാർട്ടി? ഒരു കേസ് വിചാരണയ്ക്കിടയിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ഒരു പരാമർശമാണ് ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ ആരംഭിക്കാൻ കാരണമായത്. വ്യാജ ബിരുദങ്ങൾ ഉപയോഗിക്കുന്നവരെയും സോഷ്യൽ മീഡിയയിൽ സജീവമായ തൊഴിൽ രഹിതരായ യുവാക്കളെയും വിമർശിക്കുന്നതിനിടയിൽ അദ്ദേഹം പാറ്റകൾ, പരാതങ്ങൾ എന്നീ വാക്കുകൾ ഉപയോഗിച്ചതായി ആരോപണം ഉയർന്നു. ഇതിൽ പ്രതിഷേധിച്ച് അഭിജിത്ത് ദീപ് കെ എന്ന 30 വയസ്സുകാരനായ ബിരുദധാരിയായ വ്യക്തി എല്ലാ പാറ്റകളും ഒന്നിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് എക്സിൽ കുറിക്കുകയും ഈ പാർട്ടിക്ക് തുടക്കമിടുകയും ചെയ്തു. പാർട്ടിയുടെ പ്രധാന ലക്ഷ്യങ്ങളും പ്രകടന പത്രികയും രാജ്യത്തെ തൊഴിലില്ലായ്മ, പരീക്ഷാ പേപ്പർ ചോർച്ച, പണപ്പെരുപ്പം, ഓൺലൈൻ സെൻസർഷിപ്പ് എന്നിവയ്ക്കെതിരെ ഡിജിറ്റൽ ട്രോളുകളിലൂടെയും മീമുകളിലൂടെയും പ്രതികരിക്കുകയാണ് ഈ ഒരു കൂട്ടായ്മ ചെയ്യുന്നത്. തമാശ രൂപേണയുള്ള ഇവരുടെ പ്രകടന പത്രികയിലെ പ്രധാന ആവശ്യങ്ങൾ ഇവയാണ്: വിരമിച്ച ജഡ്ജിമാർക്ക് പദവികൾ കൊടുക്കാൻ പാടില്ല. ചീഫ് ജസ്റ്റിസുമാർക്ക് വിരമിച്ച ശേഷം രാജ്യസഭാ സീറ്റുകളോ മറ്റ് സർക്കാർ പദവികളോ നൽകരുത്. വനിതാ സംവരണം ഉണ്ടായിരിക്കണം. പാർലമെന്റിൽ സ്ത്രീകൾക്ക് 33% പകരം 50% സംവരണം നൽകണം. മാധ്യമ സ്വാതന്ത്ര്യം വേണം. കോർപ്പറേറ്റുകളുടെ ഉടമസ്ഥതയിലുള്ള ഗോദി മീഡിയകൾക്ക് പകരം സ്വതന്ത്ര മാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കൂറുമാറ്റ നിരോധനം വേണം. പാർട്ടി മാറുന്ന MP-മാർക്കും MLA-മാർക്കും 20 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തണം. ഇതിനുള്ള ഈ ഒരു കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ അവർ തമാശയ്ക്ക് പറഞ്ഞിരിക്കുന്നതാണ്. അതായത് അലസതയുള്ളവരായിരിക്കണം, തൊഴിലില്ലാത്തവരായിരിക്കണം, എപ്പോഴും സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നവരായിരിക്കണം, വൈഫൈ എവിടെ ലഭ്യമാണോ അവിടെയാണ് ഈ പാർട്ടിയുടെ ആസ്ഥാനം എന്നാണ് അവർ പറയുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു കൂട്ടായ്മ ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ഇൻസ്റ്റഗ്രാമിൽ 1.4 കോടിയിലധികം ഫോളോവേഴ്സിനെ ഈ CJP എന്ന കൂട്ടായ്മ സ്വന്തമാക്കി. ഇത് ഭരണകക്ഷിയായ BJPയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനേക്കാൾ കൂടുതലാണ്. ഗൂഗിൾ ഫോം വഴി ലക്ഷക്കണക്കിന് യുവാക്കളാണ് ഇതിൽ ഡിജിറ്റൽ അംഗത്വം എടുത്തിട്ടുള്ളത്. മഹുവ മൈത്ര, അഖിലേഷ് യാദവ് തുടങ്ങിയ പ്രമുഖ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളും ഈ ജെൻസി ട്രെൻഡിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കൂട്ടായ്മയ്ക്ക് ജനപ്രീതി വർദ്ധിച്ചതോടെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. എങ്കിലും പുതിയ അക്കൗണ്ടുകളിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഇവർ
പ്രതിഷേധം ശക്തമായി തുടരുന്നുണ്ട്. ഇതൊരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിലും രാജ്യത്തെ യുവാക്കളുടെ നിരാശയുടെയും വ്യവസ്ഥിതിയോടുള്ള കടുത്ത അമർഷത്തിന്റെയും പ്രതീകമായാണ് കോക്രോച്ച് ജനതാ പാർട്ടി വിലയിരുത്തപ്പെടുന്നത്.